ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചു, പിന്നെ എന്തിനാ ഇങ്ങനെ കയറി വരുന്നേ? മോളെ കല്യാണി, ഞാൻ വന്നത് വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ടല്ല. പിന്നെന്തിനാ നിങ്ങൾ വന്നേ? എന്തിനാ വന്നേന്ന്? ചാരു, ഞാൻ 3-4 ദിവസം ജയിലിൽ കിടന്നു. അത് എല്ലാവരുടെ പോലീസിന്റെ അന്വേഷണത്തെ വഴിതെറ്റിച്ചതുകൊണ്ടാ. അതൊരു ടാറ്റുവിന്റെ പേരിൽ. ഇതേ ടാറ്റു എത്രയോ പേര് ചെയ്തിട്ടുണ്ടാവും. ഇത് ഞാൻ ഡിസൈൻ ചെയ്ത ടാറ്റു ഒന്നും അല്ലല്ലോ ചാരു. അത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെനിക്ക് കുറേ ടാറ്റു ഡിസൈൻ കാണിച്ചു തന്നു. അത് ഞാൻ ചെയ്തു. അതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അത് ഇത്ര വലിയ പണിയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെ, അത് ശരിയാ. ഇപ്പൊ ഒരേ കളറിലും ഡിസൈനിലുള്ള സാരിയും ചുരിദാറും ഒക്കെ ഉള്ളതല്ലേ. നീയും കുറെ വിൽക്കുന്നല്ലേ, നിനക്കറിയാലോ. അതുപോലൊക്കെ തന്നെ ഉള്ളതു. ചിറ്റ ന്യായീകരിക്കണ്ട. കൈയുടെ സൈസ് അനുസരിച്ച് ടാറ്റുവിന്റെ വലിപ്പത്തിന് വ്യത്യാസം ഉണ്ടാവും. ഞാൻ ടാറ്റുവിന്റെ ഡിസൈൻ അല്ല, വലിപ്പമാണ് ശ്രദ്ധിച്ചത്. രഞ്ജനിയുടെ മാല പൊട്ടിച്ചപ്പോഴും ഞാൻ കണ്ടത് ഇതേ വലിപ്പമുള്ള ടാറ്റുവാ. നീ കള്ളനാ ബാബുക്കുട്ടാ. നീ ആവശ്യമില്ലാത്ത കള്ള തെളിവുകൾ ഉണ്ടാക്കി പോലീസുകാരെ കൊണ്ട് ചെക്കനെ അകത്താക്കി. എന്നിട്ട് അവര് ചെറുക്കനെ കോടതി കൊണ്ടുവന്നപ്പോ അവരെന്തോ പറഞ്ഞേ? ജഡ്ജിത്ത് എന്തോ പറഞ്ഞു? എടി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ലോകത്ത് ഒരു ടാറ്റു അല്ലേ ഇറങ്ങുന്നത്. ഒരേപോലത്തെ ആയിരക്കണക്കിന് ടാറ്റു കാണും. അവളുടെ ഒരു ടാറ്റു അവസാനം കോടതി അവൻ നിരപരാധിയാണെന്നുണ്ട് വെറുതെ വിട്ടു. എന്നിട്ടും കൊണ്ട് ഇറങ്ങിയേക്കുന്നു ഒരു ടാറ്റു ടാറ്റു ടാറ്റു. ചിറ്റപ്പ മതി. അപ്പച്ചി, ഒരു 5-8 പവൻ സ്വർണത്തിന് എന്ത് വില വരും?